നമസ്കാരം. 1970 ഡിസംബർ 4 ബ്രൂസ് തന്റെ ചെറിയ വിമാനത്തിൽ ബഹാമാസിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക് പറക്കുകയായിരുന്നു. സാധാരണ 1.5 മണിക്കൂർ എടുക്കുന്ന യാത്രയാണിത്. എന്നാൽ അന്ന് ആകാശത്ത് സംഭവിച്ചത് മറ്റൊന്നാണ്. യാത്രക്കിടയിൽ ബ്രൂസ് ഒരു വിചിത്രമായ മേഘം കണ്ടു. അത് സാധാരണ മേഘം പോലെ ആയിരുന്നില്ല, മറിച്ചൊരു തുരങ്കം പോലെയായിരുന്നു. ആ തുരങ്കത്തിനുള്ളിലേക്ക് വിമാനം പ്രവേശിച്ചതും ചുറ്റും കറുത്ത പുകമഞ്ഞും മിന്നൽ പിണരുകളും നിറഞ്ഞു. വിമാനത്തിലെ കോമ്പസും മറ്റുപകരണങ്ങളും വട്ടമിട്ട് കറങ്ങാൻ തുടങ്ങി. ആ തുരങ്കത്തിൽ നിന്ന് പുറത്തു കിടന്ന ബ്രൂസ് കണ്ടത് അതിശയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. വെറും 47 മിനിറ്റ് കൊണ്ട് ഫ്ലോറിഡയിലെ മിയാമിയിൽ എത്തിയിരിക്കുന്നു. സാധാരണ നിലയിൽ 250 മൈൽ ദൂരം പറക്കാൻ ബ്രൂസിന്റെ വിമാനത്തിന് 75 മിനിറ്റെങ്കിലും വേണം. എന്നാൽ അന്ന് അദ്ദേഹം വെറും 47 മിനിറ്റിൽ ലക്ഷ്യസ്ഥാനത്തെത്തി. അതായത് ഏകദേശം 30 മിനിറ്റോളം ലാഭിച്ചു. ഇതിനെ ബ്രൂസ് വിളിച്ചത് ഇലക്ട്രോണിക് ഫോഗ് എന്നാണ്. ആ പുകമഞ്ഞ് തന്നെ മറ്റൊരു സമയത്തിലേക്ക് അല്ലെങ്കിൽ കുറഞ്ഞ ദൂരത്തിലേക്ക് ടെലിപോർട്ട് ചെയ്തുവെന്നാണ് അദ്ദേഹം ഇന്നും വിശ്വസിക്കുന്നത്. മറ്റൊരു സംഭവം, 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് മാസങ്ങൾ മാത്രം പിന്നിട്ട സമയം. അമേരിക്കൻ നാവികസേനയുടെ 5 TBM അവഞ്ചർ ടോർപിഡോ ബോംബർ വിമാനങ്ങൾ ഫ്ലോറിഡയിലെ നേവൽ എയർ സ്റ്റേഷനിൽ നിന്ന് ഒരു പരിശീലന പറക്കലിനായി പുറപ്പെട്ടു. ഉച്ചയ്ക്ക് 2:10 ലഫ്റ്റനന്റ് ചാൾസ് ടൈലറുടെ നേതൃത്വത്തിൽ 14 പൈലറ്റുമാരുമായി വിമാനങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു. കാലാവസ്ഥ തുടക്കത്തിൽ വളരെ ശാന്തമായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് 3:45 ആയപ്പോഴേക്കും വിമാനത്തിലെ കോമ്പസുകൾ പെട്ടെന്ന് പ്രവർത്തനരഹിതമായി. പൈലറ്റുമാർക്ക് ദിശ തെറ്റി. ഞങ്ങൾ എവിടെയാണെന്നറിയില്ല, സമുദ്രം വിചിത്രമായി കാണപ്പെടുന്നു എന്ന സന്ദേശമാണ് അവർ നൽകിയത്. വൈകുന്നേരം 6:30 വിമാനത്തിലെ ഇന്ധനം തീരാറായെന്നും കടലിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും അവസാന റേഡിയോ സന്ദേശം ലഭിച്ചു. അതിനുശേഷം ആ 5 വിമാനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നത് വ്യക്തമല്ല. ഫ്ലൈറ്റ് 19 തിരയാനായി ഉടൻ തന്നെ ഒരു PBM മാരിനർ രക്ഷാവിമാനം അയച്ചു. എന്നാൽ വിരോധാഭാസം എന്ന് പറയട്ടെ, തിരയാൻ പോയ ആ വിമാനവും 13 പൈലറ്റുമാരും അപ്രത്യക്ഷമായി. ഒറ്റ ദിവസം കൊണ്ട് 6 വിമാനങ്ങളും 27 മനുഷ്യരും അദൃശ്യമായതുപോലെ മാഞ്ഞുപോയി. മാസങ്ങളോളം തിരച്ചിൽ നടത്തിയിട്ടും ഒരു വിമാനത്തിന്റെ അവശിഷ്ടമോ ഒരു തുള്ളി എണ്ണയോ പോലും കണ്ടെത്താൻ നാവികസേനയ്ക്ക് കഴിഞ്ഞില്ല. ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം മോശം കാലാവസ്ഥയും ഇന്ധനം തീർന്നതും പൈലറ്റുമാർക്ക് ദിശ തെറ്റിയതുമാണ് അപകടത്തിന് കാരണം. എങ്കിലും ഒരു തരി പോലും തെളിവ് അവശേഷിപ്പിക്കാതെ അവ എങ്ങനെ അപ്രത്യക്ഷമായി എന്നത് ഒരു സമസ്യയായി തുടരുന്നു. വിമാനങ്ങൾ മാത്രമല്ല, കൂറ്റൻ കപ്പലുകളും തെളിവില്ലാതെ മാഞ്ഞുപോയിട്ടുണ്ട്. 524 അടി നീളമുള്ള ഒരു കൂറ്റൻ കപ്പൽ 15,000 ടണ്ണിലധികം ഉരുകിയ സൾഫറുമായി ടെക്സസിൽ നിന്ന് വിർജീനിയയിലേക്ക് പുറപ്പെട്ടതാണ്. കപ്പലിൽ പരിചയസമ്പന്നരായ 39 ജീവനക്കാരുണ്ടായിരുന്നു. 1963 ഫെബ്രുവരി 4 കപ്പലിൽ നിന്ന് അവസാനമായി ഒരു റേഡിയോ സന്ദേശം ലഭിച്ചു. അതൊരു സാധാരണ സന്ദേശമായിരുന്നു. അപകട സൂചനകളൊന്നും അതിലുണ്ടായിരുന്നില്ല. അതിനുശേഷം കപ്പലിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. വിർജീനിയയിൽ എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും കപ്പൽ കാണാതായതോടെ വലിയ തിരച്ചിൽ ആരംഭിച്ചു. അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് ദിവസങ്ങളോളം കടലിൽ തിരച്ചിൽ നടത്തി. എന്നാൽ കപ്പലിന്റെ ഒരു ചെറിയ ഭാഗം പോലും കണ്ടെത്താനായില്ല. ആകെ ലഭിച്ചത് ഒരു ലൈഫ് ജാക്കറ്റും ചില അവശിഷ്ടങ്ങളും മാത്രമാണ്. കപ്പലിൽ നിന്ന് ഒരു മേഡേ കോള് പോലും വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു അടിയന്തര സഹായം അഭ്യർത്ഥിച്ചുള്ള ഒരു സന്ദേശം പോലും അയച്ചിരുന്നില്ല. കടൽ പ്രക്ഷുബ്ധമായിരുന്നില്ല. കാലാവസ്ഥ ശാന്തമായിരുന്നു. ഇത്രയും വലിയൊരു കപ്പൽ മുങ്ങുകയാണെങ്കിൽ അതിൽ നിന്നുള്ള എണ്ണപ്പാടുകളോ മറ്റടയാളങ്ങളോ സമുദ്രത്തിൽ കാണേണ്ടതായിരുന്നു. എന്നാൽ ഒന്നും തന്നെ കണ്ടില്ല. 39 മനുഷ്യരും ടൺ കണക്കിന് ചരക്കുകളും എവിടെ പോയി എന്നത് കടൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ രഹസ്യമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മിയാമി, ബർമുഡ, പ്യൂട്ടോറിക്കോ എന്നീ 3 സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സാങ്കല്പിക ത്രികോണമാണിത്. ഏകദേശം 5 ലക്ഷം ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള ഈ പ്രദേശം ബർമുഡ ട്രയാങ്കിൾ. പതിറ്റാണ്ടുകളായി പ്രചരിക്കുന്ന പലതരം കഥകൾ. ഏലിയൻ ഇടപെടലുകളാണെന്ന് വിശ്വസിക്കുന്നവർ ഒരു ഭാഗത്ത്, കടലിനടിയിൽ മറഞ്ഞു കിടക്കുന്ന പുരാതന നഗരമായ അറ്റ്ലാന്റിസിൽ നിന്നുള്ള ഊർജ്ജ തരംഗങ്ങളാണ് ഇതിന് കാരണമെന്ന് മറ്റൊരു വാദം. ഇവിടെ എത്തുമ്പോൾ സമയം മാറിപ്പോകുന്നുവെന്നും വിചിത്രമായ പുകമഞ്ഞ് കാണപ്പെടുന്നുവെന്നും ചില പൈലറ്റുമാർ അവകാശപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഈ പ്രദേശം ടൈം ട്രാവലിന് സാധ്യമെന്ന് വേറൊരു വാദം. ബെർമുഡ ട്രയാങ്കിളിൽ നിന്ന് രക്ഷപ്പെട്ട കപ്പലുകളിലെ ജീവനക്കാരും സമാനമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കടൽ പെട്ടെന്ന് തിളയ്ക്കുന്നത് പോലെ അനുഭവപ്പെടുക, ആകാശത്തിന്റെ നിറം പച്ചയായി മാറുന്നത് കാണുക, റേഡിയോ തരംഗങ്ങൾ പൂർണ്ണമായും നിലയ്ക്കുക. ശരിക്കും എന്താണ് ഈ ബെർമുഡ ട്രയാങ്കിളിൽ സംഭവിക്കുന്നത്?
ശാസ്ത്രീയമായി പല കണ്ടെത്തലുകളും വിശദീകരണങ്ങളും സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. ഏതായാലും ഏലിയൻസോ പ്രേതങ്ങളോ ഒന്നുമല്ല, മറിച്ച് പ്രകൃതിയുടെ ചില രസകരമായ കളികളാണെന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ച ശാസ്ത്രജ്ഞർ ബർമുഡ ട്രയാങ്കിളിന് മുകളിൽ 6 വശങ്ങളുള്ള മേഘങ്ങളെ കണ്ടെത്തി. ഇതിനെ എയർ ബോംബ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ മേഘങ്ങൾ മണിക്കൂറിൽ 170 മൈൽ വേഗതയിൽ താഴേക്ക് കാറ്റടിച്ച് വീഴ്ത്തുന്നു. ഈ അതിശക്തമായ കാറ്റിന് വിമാനങ്ങളെ താഴേക്ക് തള്ളിയിടാനും വലിയ കപ്പലുകളെ പോലും തകിടം മറിക്കാനും ശേഷിയുണ്ട്. ബെർമുഡ ട്രയാങ്കിൾ ഉൾപ്പെടുന്ന പ്രദേശം 3 വ്യത്യസ്ത ദിശകളിൽ നിന്ന് കൊടുങ്കാറ്റുകൾ സംഗമിക്കുന്ന ഇടമാണ്. ഈ കൊടുങ്കാറ്റുകൾ കൂടിച്ചേരുമ്പോൾ ഏകദേശം 100 അടി വരെ ഉയരമുള്ള കൂറ്റൻ തിരമാലകൾ രൂപപ്പെടുന്നു. ഒരു മലയോളം പോകുന്ന ഈ തിരമാലകൾക്ക് മുന്നിൽ പെട്ടുപോയാൽ എത്ര വലിയ കപ്പലായാലും നിമിഷങ്ങൾക്കുള്ളിൽ തകരും. സൗതാംപ്ടൺ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ഈ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. മറ്റൊന്ന്, കടലിനടിയിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മീഥേൻ വാതകം പെട്ടെന്ന് സ്ഫോടനത്തോടെ പുറത്തേക്ക് വരുന്നതായി പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ വാതകം പുറത്തേക്ക് വരുമ്പോൾ സമുദ്രജലത്തിലെ സാന്ദ്രത പെട്ടെന്ന് കുറയുകയും ഇത് കപ്പലുകൾക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. അവ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ താഴേക്ക് മുങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഈ കണ്ടെത്തലുകൾക്കൊക്കെ പുറമെ ബെർമുഡ ട്രയാങ്കിളിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അക്വേറിയസ് റീഫ് ബേസിൽ നിന്ന്, അതായത് കടലിനടിയിലെ ഒരേയൊരു ലാബാണ് അക്വേറിയസ് റീഫ് ബേസ്, ഇവിടെ നിന്നും പുറത്തു വരുന്ന ഏറ്റവും പുതിയ പഠനങ്ങൾ ഈ മേഖലയിലെ ദുരൂഹതകളെ ശാസ്ത്രീയമായി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അക്വേറിയസ് ലാബിലെ സെൻസറുകൾ കടലിനടിയിൽ നിന്ന് അതിശക്തമായ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്തത്ര കുറഞ്ഞ ആവൃത്തിയിലുള്ള ശബ്ദ തരംഗങ്ങളാണിവ. വലിയ കൊടുങ്കാറ്റുകൾ സമുദ്രോപരിതലത്തിൽ അടിക്കുമ്പോൾ ഇത്തരം തരംഗങ്ങൾ ഉണ്ടാവാം. ഇത് പൈലറ്റുമാരിലും കപ്പൽ ജീവനക്കാരിലും പെട്ടെന്ന് പരിഭ്രാന്തി, തലകറക്കം അല്ലെങ്കിൽ മിഥ്യാഭ്രമം എന്നിവ ഉണ്ടാകാൻ കാരണമാകും. പല അപകടങ്ങൾക്കും പിന്നിൽ ഈ മാനസികാവസ്ഥയാകാമെന്ന് ഗവേഷകർ കരുതുന്നു. അക്വേറിയസിലെ ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ച മറ്റൊരു പ്രധാന കാരണമാണ് സമുദ്രത്തിനടിയിലെ ഇന്റേണൽ വേവ്സ്. കടലിന്റെ ഉപരിതലം ശാന്തമാണെന്ന് തോന്നുമെങ്കിലും അടിത്തട്ടിൽ അതിശക്തമായ തിരമാലകൾ ഉണ്ടാവാം. ഇത് കപ്പലുകളുടെ വേഗത പെട്ടെന്ന് കുറയ്ക്കുകയും എൻജിൻ തകരാറിലാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യും. ഈ അവസ്ഥയിൽ പെട്ടുപോകുന്ന കപ്പലുകൾ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. ബെർമുഡ ട്രയാങ്കിൾ ഉൾപ്പെടുന്ന ഈ മേഖലയിൽ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ ചെറിയ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതായും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അക്വേറിയസിലെ ലാബിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തിയ നിരീക്ഷണത്തിൽ സമുദ്രത്തിനടിയിലെ ചില ധാതു നിക്ഷേപങ്ങൾ കോമ്പസുകളെയും ഇലക്ട്രോണിക് ഉപകരണങ്ങളെയും താൽക്കാലികമായി ബാധിക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നാസ അക്വേറിയസ് ലാബിൽ നടത്തുന്ന നീമോ മിഷനുകളിലൂടെ ഐസൊലേഷൻ, അതായത് ഒറ്റപ്പെടൽ, മനുഷ്യന്റെ ചിന്താഗതിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കുന്നുണ്ട്. ബെർമുഡ ട്രയാങ്കിളിൽ പണ്ട് അപ്രത്യക്ഷമായ പല പൈലറ്റുമാരും ദിശ തെറ്റിയപ്പോൾ ഉണ്ടായ മാനസിക സമ്മർദ്ദം കാരണമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് ഈ പഠനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഗവേഷകർ ശാസ്ത്രീയമായി പല വിശദീകരണങ്ങളും മുന്നോട്ട് വയ്ക്കുമ്പോഴും ഉയരുന്ന ചോദ്യം ഇതാണ്: കാണാതായ വിമാനങ്ങളുടെയോ കപ്പലുകളുടെയോ അവശിഷ്ടങ്ങൾ പോലും കണ്ടുകിട്ടാത്തത് എന്തുകൊണ്ടാണ്? അതിൽ നിഗൂഢതയില്ലേ എന്നാണ്. ബെർമുഡ ട്രയാങ്കിളിൽ അപ്രത്യക്ഷമായ കപ്പലുകളെയും വിമാനങ്ങളെയും കുറിച്ച് പറയുമ്പോൾ ഒന്നും തന്നെ തിരിച്ചു കിട്ടില്ല എന്നൊരു ധാരണ നമുക്കുണ്ട്. എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ല. അടുത്ത കാലത്ത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലുകളിൽ ചില നിർണായകമായ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. 2020 ഒരു സംഘം പര്യവേഷകർ ഫ്ലോറിഡയിലെ സെന്റ് അഗസ്റ്റിൻ തീരത്തിന് 35 മൈൽ അകലെ ഒരു കപ്പലിന്റെ അവശിഷ്ടം കണ്ടെത്തി. നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച 1925 32 ജീവനക്കാരുമായി അപ്രത്യക്ഷമായ കപ്പലാണിത്. ബെർമുഡ ട്രയാങ്കിളിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. വിശദമായ പരിശോധനയിൽ അത് കോട്ടോപ്സി ആണെന്ന് സ്ഥിരീകരിച്ചു. കപ്പൽ എവിടെയാണെന്ന് അറിയാമായിരുന്നിട്ടും അത് കോട്ടോപ്സി ആണെന്ന് തിരിച്ചറിയാൻ ഏകദേശം 95 വർഷമെടുത്തു. എന്നാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ 5 വിമാനങ്ങൾ ഒരേ സമയം അപ്രത്യക്ഷമായ ഫ്ലൈറ്റ് 19 സംഭവത്തിൽ 1991 കടലിനടിയിൽ നിന്ന് 5 അവഞ്ച വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ ഒന്നിച്ചു കണ്ടെത്തി. എല്ലാവരും കരുതിയത് ഫ്ലൈറ്റ് 19 കണ്ടെത്തിയെന്നാണ്. എന്നാൽ വിമാനങ്ങളുടെ സീരിയൽ നമ്പറുകൾ പരിശോധിച്ചപ്പോൾ അത് ഫ്ലൈറ്റ് 19 അല്ലെന്നും വ്യത്യസ്ത സമയങ്ങളിൽ അപകടത്തിൽപ്പെട്ട മറ്റ് വിമാനങ്ങളാണെന്നും വ്യക്തമായി. ഫ്ലൈറ്റ് 19 ഇന്നും ഒരു നിഗൂഢതയായി തുടരുന്നു എന്ന് പറയാം. ഇതിലേറ്റവും പുതിയതും അപ്രതീക്ഷിതവുമായൊരു കണ്ടെത്തൽ നടന്നത് 2022 ഹിസ്റ്ററി ചാനലിന്റെ ഒരു സംഘം ബെർമുഡ ട്രയാങ്കിളിൽ 2ാം ലോക മഹായുദ്ധകാലത്തെ ഒരു വിമാനം തിരയുന്നതിനിടയിൽ കടലിനടിയിൽ വലിയൊരു ലോഹഭാഗം കണ്ടെത്തി. പരിശോധനയിൽ അത് 1986 തകർന്നു വീണ ചലഞ്ചർ സ്പേസ് ഷട്ടിലിന്റെ ഭാഗമാണെന്ന് നാസ സ്ഥിരീകരിച്ചു.
എന്തുകൊണ്ടാണ് ഈ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ഇത്രയും പ്രയാസമെന്ന് ചോദിച്ചാൽ, ബെർമുഡ ട്രയാങ്കിളിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് ഹിമാലയത്തിലൊരു സൂചി തിരയുന്നത് പോലെയാണ്. പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് ഗൾഫ് സ്ട്രീം. കടലിനടിയിലെ അതിശക്തമായൊരു നദി പോലെയാണിത്. ഒരു വിമാനം വീണാൽ മിനിറ്റുകൾക്കുള്ളിൽ അതിന്റെ അവശിഷ്ടങ്ങളെ മൈലുകൾ അകലേക്ക് മാറ്റാൻ ഈ പ്രവാഹത്തിന് കഴിയും. രണ്ടാമത്തേത് കടലിന്റെ ആഴം. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗങ്ങളിൽ ഒന്നായ മിൽവാക്കി ഡീപ്പ് ഈ മേഖലയിലാണ്. 8 കിലോമീറ്ററിലധികം ആഴമുള്ള ഇവിടെ തിരച്ചിൽ നടത്തുക എന്നത് അസാധ്യമാണ്. കണ്ടെത്തിയ ഓരോ അവശിഷ്ടവും പറയുന്നത് ഒരേ കാര്യമാണ്: ബെർമുഡ ട്രയാങ്കിൾ ഒരു പ്രേതഭൂമിയല്ല, മറിച്ച് പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ മനുഷ്യൻ പരാജയപ്പെട്ട ഇടമാണ്. എന്നാൽ ഇതിനേക്കാളൊക്കെ ശാസ്ത്രീയമായി വിലയിരുത്താൻ കഴിയുന്നൊരു വസ്തുത, ലോകത്ത് ഏറ്റവും കൂടുതൽ കപ്പലുകളും വിമാനങ്ങളും സഞ്ചരിക്കുന്ന ഒരു പാതയാണ് ബെർമുഡ ട്രയാങ്കിൾ ഉൾപ്പെടുന്ന പ്രദേശം. അവിടെ സംഭവിക്കുന്ന അപകടങ്ങളുടെ എണ്ണം എടുത്താൽ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് കൂടുതലല്ല എന്നതാണ് വസ്തുത. ചുരുക്കത്തിൽ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അമാനുഷികമായ ഒന്നല്ല, മറിച്ച് പ്രകൃതിയുടെ സങ്കീർണമായ പ്രതിഭാസങ്ങളും മനുഷ്യസഹജമായ തെറ്റുകളും കൂടിച്ചേരുമ്പോഴാണ് ബെർമുഡ ട്രയാങ്കിൾ അപകടകാരിയാകുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.